ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. സോ ഈ ഒരു വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് എനിക്ക് പറയാനുള്ളത് സാറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും നാളെ സാറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ഈ വീഡിയോ കാണുന്നത്. സോ സാറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാനോ ഒരുപാട് വലിച്ചു നീട്ടാനോ ഒന്നും താല്പര്യമില്ല. ഇതൊരു ഓൾ ദി ബെസ്റ്റ് വീഡിയോ ആണ്. പ്ലസ് എന്റെ കുറച്ച് സാറ്റ് ഇതുവരെ ഞാൻ പണ്ട് എഴുതിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ടാവും. ബട്ട് ദെൻ ഒരുപാട് പേര് സാറ്റ് എഴുതിയവർ പറഞ്ഞ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഒന്ന്, പല ആൾക്കാരും കാറ്റ് എഴുതി കാറ്റ് അത്ര വിചാരിച്ച പോലെ നന്നാവാത്ത ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടായിരിക്കും സാറ്റ് എഴുതുന്നത്. അപ്പൊ സാറ്റും ഇതുപോലെ തന്നെ ആവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള തോട്ട്സ് എല്ലാം നിങ്ങൾ മാക്സിമം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. കാരണം നിങ്ങൾ കാറ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ഒരു 20 മോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 മോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 8 മോക്കിന് അല്ലെങ്കിൽ 7 മോക്കിന് അല്ലെങ്കിൽ 6 മോക്കിന് നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടാവും, 4 മോക്കിന് കുറഞ്ഞ സ്കോർ കിട്ടിയിട്ടുണ്ടാവും. സോ ആ ഒരു ദിവസത്തിന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് കാറ്റ് അത്ര നന്നായിട്ട് പോയില്ലേ, ദാറ്റ് മീൻസ് ദാറ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹു ഹാവ് പ്രിപ്പയർഡ് ഫോർ കാറ്റ്, ബട്ട് കാറ്റ് അത്ര നല്ല രീതിയിൽ വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് വാസ് എ ബാഡ് ഡേ. നോട്ട് ലൈക്ക് യു ഹാവ് നോട്ട് പ്രിപ്പയർഡ് ഓർ നിങ്ങളുടെ കോൺസെപ്റ്റ്സ് മോശമാണ്, അങ്ങനെയൊന്നുമില്ല. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാറ്റിന് ഒരു വർഷം 60% കിട്ടിയ, എനിക്ക് തന്നെ അറിയാം, എന്റെ IIM-Indoor ഒരു ജൂനിയർ ഫസ്റ്റ് അറ്റംപ്റ്റില് 60% കിട്ടിയിട്ട് സെക്കൻഡ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത് IIM-Indoor വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു കാലിബറിന്റെ ഒരു ടെസ്റ്റ് ഒന്നും അല്ല. അതായത് ഓക്കെ എനിക്ക് കാറ്റിൽ ഇത്ര പെർസെന്റേജ് കിട്ടിയാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഐ ആം നോട്ട് ഗുഡ് ആസ് കമ്പയർഡ് ടു മറ്റേ അല്ലെങ്കിൽ നല്ല പെർസെന്റേജ് കിട്ടിയ ആൾക്കാരിലൊന്നുള്ള സംഭവമില്ല. ഇതൊക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ പ്രിപ്പറേഷനും ആ ദിവസത്തിനെയും ഒരുപാട് ബാധിച്ചിരിക്കും. അപ്പൊ സാറ്റ് എന്ന് പറയുന്നത് കാറ്റ് മോശമായ അല്ലെങ്കിൽ വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ അതുപോലെ മോശമാണോന്നില്ല. ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് കുറെ ആൾക്കാർ GK മെറ്റീരിയൽ ഉണ്ടോ എന്നൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കുന്നത് കണ്ടിരുന്നു. ദി തിങ് ഈസ്, ഒന്ന് GK ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ്, ഇഫ് ഐ എം റൈറ്റ്, ഐ മീൻ ആസ് പെർ മൈ നോളജ് GK ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആണ്. ആൻഡ് GK വിൽ നോട്ട് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ പെർസെന്റേജ് കാൽക്കുലേഷൻ, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. ആൻഡ് GKക്ക് നെഗറ്റീവ് മാർക്കിംഗും ഇല്ല ആസ് പെർ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എനിക്ക് മനസ്സിലായിടത്തോളം. അതുകൊണ്ട് തന്നെ GKക്ക് ഒരുപാട് നിങ്ങൾ തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് GKയും പിന്നെ എല്ലാം അറ്റംപ്റ്റ് ചെയ്യാം, അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ. ആൻഡ് പാർട്ട് എയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് എനിക്കും ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആണ്. കാരണം ഞാൻ കാറ്റ് കഴിഞ്ഞിട്ട് സാറ്റിന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. സ്റ്റിൽ ഐ ഗോട്ട് അറൗണ്ട് 93-94% ബൈ സ്കോറിംഗ് 25 to 27 റേഞ്ചിലോ മറ്റോ സ്കോർ ചെയ്തിട്ട് എനിക്കൊരു 93-94 ആ റേഞ്ചിൽ പെർസെന്റേജും കിട്ടിയിരുന്നു. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ദിസ് എ ലോ സ്കോറിംഗ് എക്സാം ഒബ്വിയസ്ലി. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ കാറ്റിലാണെന്നുണ്ടെങ്കിൽ 3 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ QA മാത്രം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ QA 22 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇപ്പൊ 22 ക്വസ്റ്റ്യൻസ് 40 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ 20 മിനിറ്റിൽ എല്ലാ ക്വസ്റ്റ്യനും എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എങ്ങോട്ട് തിരിച്ചു പോകണം. അതായത് ഇഫ് യു ആർ ഹാവിംഗ് സം ടൈം ലെഫ്റ്റ്, സേ ഐ ആം ഹാവിംഗ് 10 minutes ഫോർ QA ഇനി അവസാനം ഉണ്ടെങ്കിൽ, എനിക്കറിയാം ഏതൊക്കെ 3-4 ക്വസ്റ്റ്യൻസിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. സാറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ 2 രീതിയിൽ ചിന്തിക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒന്ന്, സാറ്റിൽ നിങ്ങൾക്ക് ഈ സെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരു 40 മിനിറ്റിന്റെ സെക്ഷനോ ഒരു 20 ക്വസ്റ്റ്യനോ അല്ല, ഈ എൻറ്റയർ പേപ്പർ നിങ്ങളുടെ മുന്നിലുണ്ടാവും. അപ്പൊ ഹൈലി ലൈക്ലി സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ സാറ്റ് എഴുതി അതിനകത്ത് നിങ്ങൾ ഓൾറെഡി, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഓൾറെഡി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല, ഓൾറെഡി സാറ്റിന് ഒരുപാട് മോക്ക് എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് മേ ബി നിങ്ങൾ ആദ്യം ഒരു 40 മിനിറ്റ് വെച്ച് 3 സെക്ഷൻ നോക്കി, പിന്നെ ഉള്ള ടൈം ഏത് സെക്ഷൻ ആണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നി അവിടെ നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ പോയിട്ട് ചെയ്യുക. സോ യു വിൽ ഹാവ് എ ക്ലിയർ സ്ട്രാറ്റജി. വാട്ട് ഹാപ്പൻസ് വിത്ത് പീപ്പിൾ ഹു പ്രിപ്പയർഡ് വെൽ ഫോർ കാറ്റ്, പക്ഷെ അവർ സാറ്റിന് അധികം എഫേർട്ട് ഇടാത്തവർ അല്ലെങ്കിൽ സാറ്റിന് ഒരുപാട് മോക്ക് എടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, അവർ ഓൾറെഡി ദെൽ ബി ലൈക്ക് ഓക്കെ സാറ്റിന് ഞാൻ തീരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ള മൈൻഡ് സെറ്റ് വെച്ച് പോകും, വിച്ച് ഈസ് എ റോങ് മൈൻഡ് സെറ്റ്. ബിക്കോസ് നിങ്ങൾ കാറ്റിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാറ്റിനും സാറ്റിനും ഓൾമോസ്റ്റ് സെയിം പ്രിപ്പറേഷൻസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാറ്റ് മൈൻഡ് സെറ്റ് വെച്ച് പോകുമ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് ഡിമോട്ടിവേറ്റഡ് ആയിരിക്കും, ഞാൻ അധികം പ്രിപ്പയർ ചെയ്തില്ലാണ്. പ്ലസ് നിങ്ങൾക്ക് ഈ ലാസ്റ്റ്, അതായത് കുറച്ചുകൂടെ ലോങ് എക്സാം ആണല്ലോ, അപ്പം ഈ 3 സെക്ഷനും നിങ്ങൾ കുറച്ച് ടൈം കൊടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ടൈമിൽ യു വിൽ ഹാവ് അബ്സല്യൂട്ട്ലി നോ ഐഡിയ വെയർ ടു ഗോ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്തായാലും എക്സ്ട്രാ ടൈം കിട്ടും, എന്തായാലും ഒരുപാട് ടൈം കിട്ടും. അപ്പൊ ആ സമയത്ത് കൂടുതലും സാറ്റിന് പ്രിപ്പയർ ചെയ്യാത്തവർ വെറുതെ ഇരിക്കും. അല്ലെങ്കിൽ മൊത്തം എന്താ പറയാ, മൈൻഡ് മൊത്തം പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഓരോന്ന് ചെയ്യാൻ നോക്കും, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ഒന്നുകൂടെ ചെയ്യാൻ നോക്കും, ഇങ്ങനത്തെ ഒക്കെ ചെയ്യും. പക്ഷെ ഹാവ് എ ക്ലിയർ സ്ട്രാറ്റജി. ഈ എക്സ്ട്രാ ടൈമിൽ നിങ്ങൾ എവിടെ സ്പെൻഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റൽ മാപ്പ് എന്തായാലും ഉണ്ടാക്കി വെക്കണം ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. ആൻഡ്
എക്സാം തീരുന്നതിന് മുന്നേ ഗിവപ്പ് ചെയ്യുക, വെറുതെ ഇരിക്കുക, എണീച്ച് വരിക എന്നുള്ള മുതലായ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഞാനത് ചെയ്ത ആളാണ്. അതായത് ഞാൻ കുറെ നേരം വെറുതെ ഇരുന്നു. അതായത് ഞാൻ ആദ്യം 3 സെക്ഷനും കഴിഞ്ഞിട്ട് കുറെ നേരം ഇങ്ങനെ അപ്പൊ തന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പ്രിപ്പയർ ചെയ്യാത്ത ഒരാളായിരുന്നു ഞാനും സാറ്റിന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അധികം മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, സോ അതുകൊണ്ട് എന്തായാലും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് വെറുതെ ഇരുന്നു ഈ 3 സെക്ഷനും ആദ്യം ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറെ സമയം ഇരിക്കും, അവരെ എണീച്ച് പോകാൻ സമ്മതിച്ചില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഐ വാസ് ലൈക്ക് അഗെയിൻ കുറച്ച് സാധനങ്ങൾ പോയി നോക്കി, ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ പാനിക് അല്ലായിരുന്നു, ബിക്കോസ് എനിക്ക് വലിയ ഹോപ്സ് ഇല്ലായിരുന്നു. ബട്ട് ദെൻ അവിടെ ഇവിടെയൊക്കെ കുത്തി റിസൾട്ട് വന്നപ്പോൾ ഐ വാസ് സർപ്രൈസ് ബൈ മൈ പെർസെന്റേജ്, ബിക്കോസ് ഇത്ര ലോ സ്കോറിംഗ് എക്സാം ആണെന്നുള്ളതും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. ലോ സ്കോറിംഗ് ആണെന്ന് പൊതുവെ ആൾക്കാർ പറയുമെങ്കിലും ഇത്ര ലോ സ്കോറിംഗ് ആണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പം കാറ്റിന് നല്ലോണം പ്രിപ്പയർ ചെയ്ത ആൾക്കാർ നിങ്ങളൊരു ക്ലിയർ മൈൻഡായിട്ട് പോവുക. ഫസ്റ്റ് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏതാണ് ഈസിയസ്റ്റ് സെക്ഷൻ, എവിടെയൊക്കെയാണ് ഈസി ക്വസ്റ്റ്യൻസ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഞാൻ തിരിച്ചു വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നല്ല രീതിയിൽ ഓർത്തു വെക്കുക. ആൻഡ് ഇതിന്റെ കട്ട് ഓഫ് വളരെ ലോവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ട്, നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത്. എസ്പെഷ്യലി ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങളുടെ മൈൻഡിൽ വരുന്നതല്ല, നിങ്ങളൊരു ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂല്, അല്ലെങ്കിൽ നിങ്ങളൊരു കോടതിയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു ജഡ്ജാണ്. അപ്പൊ നിങ്ങൾ കൂടുതലും റാഷണൽ ആയിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ എങ്ങനെ ഞാൻ ടാക്കിൾ ചെയ്യുന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് കുത്തി കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സാറ്റില് പ്രിപ്പയർ ചെയ്യാത്തവർക്ക് ഉള്ള വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുപാട് ഈ 8 ക്വസ്റ്റ്യന് മുകളിൽ അറ്റംപ്റ്റ് ചെയ്യാത്ത ഓരോ ക്വസ്റ്റ്യനും 0.1 വെച്ചിട്ട് നെഗറ്റീവ് കൊണ്ടുവരുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യും. നെവർ ഡു ദിസ് ഈസ് എ ട്രാപ്പ്. ബിക്കോസ് നിങ്ങൾ ഈ പറയുന്ന സേ ഒരു 10-30 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, 10-60 എണ്ണം വിട്ടാൽ പോലും ഇറ്റ് വിൽ ബി ബെറ്റർ ദാൻ ടേക്കിംഗ് ബ്ലൈൻഡ് ഗസ്സസ്. കാരണം അവിടെ 5 ഓപ്ഷൻസ് ഉണ്ട്. കാറ്റിനെ സംബന്ധിച്ചിടത്തോളം 4 ഓപ്ഷൻസ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ റൈറ്റ് അവിടെ തന്നെ കുറവാണ്. കറക്കി കുത്തിയൊന്നും ഇതുവരെ ആർക്കും കാറ്റിന് കിട്ടിയ ചരിത്രം എനിക്കറിയില്ല. പക്ഷേ സാറ്റിനാകുമ്പോൾ അതിനേക്കാളും പ്രോബിലിറ്റി കുറവാണ്. സോ ഇതൊരു ട്രിക്കാണ്. ഇത് നിങ്ങളുടെ വെറുതെ നിങ്ങളെ മൈൻഡ് ഒന്ന് പസിൽ ചെയ്യാൻ വേണ്ടി അവർ ഇട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഈ 0.1 എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് തന്നെ കൂട്ടി നിങ്ങൾ പോയിട്ട് പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാം. എഗെയിൻ എനിക്ക് പറയാനുള്ള സിമ്പിൾ സാധനങ്ങൾ, ബാക്കി എക്സാമിന്റെ ഗൈഡ്ലൈൻസ് എല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾ ടൈമിലെത്തുക, ബാക്കി നിങ്ങളുടെ ID കാർഡ് വേണം, നിങ്ങൾ ഒരുപാട് വാല്യബിൾ സാധനങ്ങളൊന്നും എടുക്കരുത്, അങ്ങനെയുള്ളതൊക്കെ ഓക്കെ. പക്ഷെ ഇത് കുറച്ചുകൂടെ ലെങ്ത് കൂടുതലാണ്. അപ്പൊ അതിനുള്ള ക്ഷമ വേണം. നിങ്ങൾ ഇത്ര നാള് ഇപ്പം സാറ്റിന് കുറെ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂറിൽ നിങ്ങളുടെ ക്ഷമ നശിക്കാൻ ചാൻസ് ഉണ്ട്. ക്ഷമ നശിക്കരുത്, ബിക്കോസ് ദിസ് ഈസ് സംതിങ് വിച്ച് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. എന്ന് വെച്ച് ടെൻഷൻ കയറ്റാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഓരോ മിനിറ്റും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഇപ്പൊ നമ്മളൊരു വേൾഡ് കപ്പ് ഫൈനലൊക്കെ കളിക്കുന്ന പോലെ, അതായത് അവിടെ നമ്മളിപ്പം സ്കോർ കുറവാണ്, കുറെ കഴിഞ്ഞ് എത്താനുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മള് വെറുതെ അവിടെ മുട്ടി നിൽക്കാറില്ല. നമ്മൾ അവിടെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആണല്ലോ ചെയ്യുക. സോ ആ ഒരു അപ്രോച്ച് ഇവിടെയും എടുക്കണം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യരുത്. ആൻഡ് ഈ ഒരു ക്ലിയർ മാപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഈ ഓരോ സെക്ഷനിലും ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷമുള്ള ബാക്കി വരുന്ന ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മാക്സിമം അലേർട്ട് ആയിട്ടിരിക്കുക. എന്നിട്ട് നല്ലോണം അനലൈസ് ചെയ്യുക പേപ്പറിനെ ഫസ്റ്റ് നിങ്ങളുടെ റൈവറിൽ തന്നെ. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് നിങ്ങൾ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി സാറ്റിന് പ്രിപ്പയർ ചെയ്തവർക്ക് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഓൾറെഡി യു ആർ വേ അഹെഡ്. അല്ലാത്തവർക്കും നല്ല സ്കോപ്പ് ഉണ്ട്. വൈ? ബിക്കോസ് നിങ്ങൾ കാറ്റിന് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ സാറ്റ് ഈസ് നോട്ട് മച്ച് ഡിഫറെന്റ്. ടൈം കൂടുതലുണ്ടെന്നുള്ളതേ ഉള്ളൂ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സാറ്റ്. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ സാറ്റില് ഇപ്പൊ GK ഒക്കെ നോക്കണമെന്ന് പറയുന്ന ആൾക്കാർ, ഇപ്പൊ ഇഫ് യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ XLR, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ IMT, IMA, XIMB, TAPME, Great Lakes, Goa Institute of Management, IRMA or say മൈക്കയ്ക്ക് സെപ്പറേറ്റ് എക്സാം അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ അത്യാവശ്യം സാറ്റിൽ മൈക്ക ഇസ് എ വെരി ഗുഡ് കോളേജ് ടു ബി ഇൻ. XLR കഴിഞ്ഞാൽ സാറ്റ് ത്രൂ കയറാവുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി മൈക്ക. സോ മൈക്കയ്ക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അപ്ലൈ ചെയ്തോളൂ. കാരണം സാറ്റ് പ്ലസ് മൈക്കായിട്ടാണ് അവർ എടുക്കുക. അപ്പം സ്റ്റിൽ ലോഡ് ഓഫ് ഗ്രേറ്റ് കോളേജസ് ഇൻ ദ ലിസ്റ്റ്. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക, ചില്ലായിട്ട് പോയി എഴുതുക. പക്ഷെ അലേർട്ട് ആയിട്ടിരിക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.